പരമ്പരാഗത രീതിയിലുള്ള സംസ്കാരമാണ് അവിടെ നടക്കുക. അവിടെയാണ് അങ്ങോട്ടാണ് ഇപ്പോൾ ആ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഔദ്യോഗിക ബഹുമതികൾ ഉൾപ്പെടെ നൽകിയ ശേഷമാണ് ആ മൃതദേഹം അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി ചിതയിലേക്ക് തീ പകരുന്ന ഒരു ചടങ്ങ് മാത്രമാണ് അവശേഷിക്കുന്നത്. മകനാണ് ഇപ്പോൾ അന്ത്യചുംബനം നൽകുന്നത്. മകനും മകളും ഉൾപ്പെടെയുള്ളവരാണ് അവിടെയുള്ളത്. ഇന്ന് രാവിലെ മുതൽ രാമചന്ദ്രൻ എന്ന ഇടപ്പള്ളി സ്വദേശിയായ ഒരു മനുഷ്യന് അത് കാശ്മീരിൽ പോയി ഭീകരവാദികളുടെ വെടിയേറ്റ് ആ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന സാഹചര്യം ഈ നാട് മുഴുവൻ അദ്ദേഹത്തിന്റെ വിടവാങ്ങലിൽ തെങ്ങുകയാണ് എന്നുള്ളത് നമ്മൾ കാണുകയായിരുന്നു. രാവിലെ മുതൽ ഈ നാട്ടിൽ ഓരോരുത്തരും അദ്ദേഹത്തെ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ അങ്ങോട്ട് ഒഴുകിയെത്തിയത് ആ കുടുംബത്തിന് ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നതിനും ആ കുടുംബത്തോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് വിളിച്ചു പറയുന്നതിനുമായിരുന്നു. ഈ നാടിനെ തീവ്രവാദികൾക്കൊന്നും ചെയ്യാനാകില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു അങ്ങോട്ട് ഒഴുകിയെത്തിയ ഓരോരുത്തരും ആ കുടുംബത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തിയവരും അത് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞത്. ഏതായാലും അദ്ദേഹത്തിന് ഈ നാട് വിട നൽകുകയാണ്. ഒരു സാധാരണ പൗരൻ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം അവധി ആഘോഷിക്കാൻ പോയ ശേഷം അവിടെ തീവ്രവാദികളുടെ തോക്കിന് മുൻപിൽ ഇരയാകേണ്ടി വരുമ്പോഴും ഈ നാട് വിളിച്ചു പറയുകയാണ് അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഉണ്ട് എന്നുള്ളത്. കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾ മാത്രം നീങ്ങുന്ന ഒരു ചടങ്ങ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. രാമചന്ദ്രന് ഔദ്യോഗികമായി ഈ ഭൂമിയിൽ നിന്നുള്ള യാത്രയയപ്പാണ് ഇപ്പോൾ ഇനി ഉള്ളത്. ആ ചടങ്ങ് മാത്രമാണ് അവശേഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിന് വിട നൽകുകയാണ്. ആ ചടങ്ങുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഇവിടെ ഞാൻ രാവിലെ മുതൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇടപ്പള്ളിയിൽ ചങ്ങമ്പുഴ പാർക്കിലാണെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിലാണെങ്കിലും അതിനുശേഷം ഈ അന്ത്യയാത്ര ഒരുക്കിയ സ്ഥലത്താണെങ്കിലും അദ്ദേഹത്തിന് അവസാന യാത്ര പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെയുള്ള അവസാന യാത്ര ഒരുക്കിയ സ്ഥലത്താണെങ്കിലും ഒക്കെ അദ്ദേഹത്തെ അറിയുന്നവരും അറിയാത്തവരുമായി എത്തിയ ആയിരങ്ങൾ പതിനായിരങ്ങളൊക്കെ ഇവിടെ നിന്ന് ഭാരത് മാതാ കി ജയ് വിളിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ യാത്ര പറയുമ്പോഴും ഒക്കെ അവർ പറയുന്നത് ഒരു കാര്യമേ ഉള്ളൂ: ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ആ സ്നേഹം നൽകിയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. ആ കുടുംബത്തിന് ഒപ്പമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ആ യാത്രയപ്പ് നടക്കുന്നത്. ഏറ്റവും അവസാനമുള്ള യാത്ര അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കാണ്. ചിതയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി കഴിഞ്ഞു. ഇനി അന്തിമകർമ്മങ്ങൾ ചിതയിലേക്ക് തീ പകരുക എന്നുള്ള ഒരു പരമ്പരാഗത ചടങ്ങ് അതാണ് ഇനി നടക്കാനുള്ളത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ രാമചന്ദ്രൻ ഇനി അദ്ദേഹത്തിന് നൽകാവുന്ന എല്ലാ യാത്രയപ്പും നൽകി ഇവിടെ നിന്ന് നയിക്കുകയാണ്. ഇനി ആ നിരപരാധി ഉൾപ്പെടെ നിരവധി പേരുടെ ജീവനെടുത്ത ഭീകരരെയാണ് ഇനി നമ്മുടെ രാജ്യം കണ്ടുപിടിക്കേണ്ടത്. അത് ഓരോരുത്തർക്കും മാപ്പില്ല എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ നടന്ന ആ യാത്രയയപ്പ് അദ്ദേഹത്തിന് വിടവാങ്ങൽ നൽകാൻ ഓരോ അവസരത്തിലും എത്തിയ ഓരോരുത്തരും അവിടെയൊക്കെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി തങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലുണ്ടായ ഒരു ദുരന്തം പോലെ തന്നെയാണ് മലയാളികൾ ഓരോരുത്തരും ഈ ഒരു മരണത്തെ കണ്ടതും ഇന്ന് രാവിലെ മുതൽ അവിടെ എത്തിയവർ അതിനെ അനുസ്മരിച്ചതുമൊക്കെ. കാരണം അത്ര വേദന നിറഞ്ഞൊരു സന്ദർഭം. 2 കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇന്ന് സ്വന്തം അപ്പൂപ്പന് യാത്ര അയക്കുന്നതിനെത്തുമ്പോൾ അവിടെ കണ്ട വൈകാരിക നിമിഷങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാര്യ ഏറ്റവും അവസാനം അദ്ദേഹത്തിന് യാത്ര അയക്കുമ്പോൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു നൽകിയ ആ യാത്രയയപ്പ് അതെല്ലാവരെയും കണ്ണു നിറയിച്ച ഒരു യാത്രയയപ്പായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ചങ്ങമ്പുഴ പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് പിന്നീട് ഈ ഇടപ്പള്ളിയിലെ ശ്മശാനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത മൃതദേഹമാണ് ഇപ്പോൾ ചിതയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ചിതയിലേക്ക് തീ പകരുന്ന ഒരു ചടങ്ങ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ബാക്കി എല്ലാ ചടങ്ങുകളും പൂർത്തീകരിച്ചിരിക്കുന്നു. ഏതായാലും ഈ നാടൊന്നാകെ ആ കുടുംബത്തിനൊപ്പമാണ്, ആ കുടുംബത്തിന്റെ വേദനയ്ക്കൊപ്പമാണ്. ഈ നാടിനുണ്ടായ ഒരു വേദന, സ്വന്തം വീട്ടിലുണ്ടായ ഒരു വേദനയെ തന്നെയാണ് എല്ലാവരും അതിനെ കരുതുന്നതും. അങ്ങനെ തന്നെയാണ് ഇന്ന് രാവിലെ മുതലെത്തിയ ഓരോരുത്തരും രാമചന്ദ്രനെ അനുസ്മരിച്ചതും. അദ്ദേഹത്തിന്റെ സൗഹൃദ വലയങ്ങൾക്ക് അപ്പുറത്ത് അദ്ദേഹത്തെ അറിയാത്ത ഒരുപാട് പേർ ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും അവിടെ എത്തിയിരുന്നു. സംസ്ഥാന ഗവർണർ ഇവിടെ എത്തിയപ്പോഴും അദ്ദേഹവും അനുസ്മരിച്ചതും മന്ത്രി പി രാജീവ് അനുസ്മരിച്ചതും ഗോവ ഗവർണർ അനുസ്മരിച്ചതും ഒക്കെ ഒന്ന് തന്നെയാണ്. ഈ നാടിന്റെ മുഴുവൻ സ്നേഹം ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം പോകുന്നത്. പക്ഷേ ആ കുടുംബത്തോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹമുണ്ടാകും, കരുതലുണ്ടാകും. ഭീകരവാദത്തിന് മതമോ നിറമോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും അദ്ദേഹത്തെ രാവിലെ മുതൽ അനുസ്മരിച്ചത്. ഏതായാലും ആ ചടങ്ങുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഏറ്റവും അവസാനം ചിതയിലേക്ക് തീ പകർന്നിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് മറ്റൊരു വിട നൽകാൻ ഇല്ല. ആ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചതിൻ്റെ അവസാന ഘട്ടത്തിലേക്കുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശിയൻ രാമചന്ദ്രന് നാട് വിട നൽകുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടെ ഇടപ്പള്ളി ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. നേരത്തെ രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ്. ചങ്ങമ്പുഴ പാർക്കിലും അദ്ദേഹത്തിൻ്റെ വസതിയിലും ഇപ്പോൾ ഈ
അന്ത്യ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ശ്മശാനത്തിലുമൊക്കെ അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമൊക്കെ എത്തിയ വലിയ ജനസഞ്ചയം അവർക്കിടയിലൂടെ അവരുടെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ഏറ്റുവാങ്ങിയാണ് രാമചന്ദ്രൻ ഇതാ വിട പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം അഗ്നിജ്വാലകൾ ഏറ്റുവാങ്ങും. കശ്മീരിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന് വിട നൽകാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, അദ്ദേഹത്തെ അറിയുന്നവരും അറിയാത്തവരും, അദ്ദേഹത്തെ പറ്റി കേട്ടറിവ് മാത്രമുള്ളവരും, അദ്ദേഹത്തെ പറ്റി ഈ ദിവസങ്ങളിൽ വായിച്ചും മനസ്സിലാക്കിയും കേട്ടുമൊക്കെ അറിഞ്ഞവരുമൊക്കെ ഇവിടേക്ക് എത്തുകയാണ്. അത് ഈ ഭീകരതയ്ക്കെതിരായ വലിയ പോരാട്ടത്തിൽ രാമചന്ദ്രന് വിട നൽകുന്ന ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അതിന് പിന്തുണ അറിയിക്കുക കൂടി ചെയ്യുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്ത പതിനായിരക്കണക്കിന് ആളുകൾ. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നേരത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 2 ദിവസം മുമ്പ് എത്തിച്ച ആ ദിവസം മുതൽ കൊച്ചിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കാണുന്നതിനും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട്ടിലേക്ക് എത്തുന്നതുമൊക്കെ എത്രയോ ജനസഞ്ചയമായിരുന്നു, എത്രയോ ആളുകളായിരുന്നു. അവരൊക്കെ യഥാർത്ഥത്തിൽ രാമചന്ദ്രനെ അറിയുന്നവരോ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ഒന്നും ആകണമെന്നില്ല. പല ജില്ലകളിൽ നിന്നൊക്കെ കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും ഒക്കെ വരുന്നവർ അവസാനമായി ഒരു നോക്ക് കണ്ട് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വരുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഭീകരതയ്ക്കെതിരായ വലിയ പോരാട്ടം നടക്കുന്ന ഈ ഘട്ടത്തിൽ ആ പോരാട്ടത്തിന് പിന്തുണ അറിയിക്കുന്നത് അവരങ്ങനെയാണ്. രാമചന്ദ്രനെ അവസാനമായി കണ്ട് ആ പിന്തുണ അറിയിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത്. ഒരു സൈനികന്, രാജ്യത്തിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ഒരു സൈനികൻ എങ്ങനെയാണോ രാജ്യം വിട നൽകുന്നത്, അതുപോലെയാണ് രാമചന്ദ്രന് ആ നാട് ഇപ്പോൾ വിട നൽകുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെയും സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികൾ പോലീസ് നേരത്തെ നൽകിയിരുന്നു. ഇനിയിപ്പോൾ അഗ്നിജ്വാലകൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങുന്ന ആ ഒരു സംസ്കാര ചടങ്ങിൽ ഏറ്റവും അവസാനത്തെ ചടങ്ങ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ദൃശ്യങ്ങൾ ഇടപ്പള്ളി ശ്മശാനത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വസതിക്ക് കുറച്ചടുത്ത് നേരത്തെ വിലാപയാത്രയാണ് മൃതദേഹം അവിടേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ അവരുടെയൊക്കെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴികൾ ഏറ്റുവാങ്ങിയാണ് രാമചന്ദ്രൻ ഇപ്പോൾ ഓർമ്മയാകുന്ന. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം നാട് ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയും നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും അവരോട് സംസാരിക്കാനുമൊക്കെയായി എത്രയോ ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. കശ്മീരിലേക്ക് വളരെ സന്തോഷത്തോടെ നടത്തിയ ഒരു യാത്ര അവസാനം കണ്ണീരിൽ കുതിർന്ന ഒരു യാത്രയായി മാറുന്നു. ഇത് കേരളത്തിലെ മാത്രം കാഴ്ചയല്ല. അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കേരളം വരെ എത്രയോ സംസ്ഥാനങ്ങളിൽ, എത്രയോ വീടുകളിൽ, എത്രയോ ആളുകൾ ഇതിന് സമാനമായ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. എത്രയോ അമ്മമാർക്ക് അവരുടെ മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രയോ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പിതാവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സഹോദരന് അവരുടെ കൂടപ്പിറപ്പിനെ നഷ്ടമായിട്ടുണ്ട്. അങ്ങനെ വലിയ നഷ്ടത്തിൻ്റെ കണക്കുകളായിരുന്നു പെഹൽഗാമിൽ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അവിടെ നിന്ന് വരുന്ന വാർത്തകളിലൂടെ കണ്ടത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ കാഴ്ചകൾ കണ്ണീരിൽ കുതിർന്ന ബന്ധുക്കളുടെ, പ്രിയപ്പെട്ടവരുടെ കാഴ്ചകൾ തന്നെയായിരുന്നു. ആ വേർപാട് താങ്ങാനാവാതെ ഹൃദയം പൊട്ടി വിലപിക്കുന്നവരുടെ കാഴ്ചകളായിരുന്നു നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ആ കാഴ്ചകളാണ് ഇവിടെ കേരളത്തിൽ ഇങ്ങ് കൊച്ചിയിൽ ഇടപ്പള്ളിയിലെ ശ്മശാനത്തിലും നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് വച്ചിരിക്കുകയാണ്. ചിത ഇപ്പോൾ അഗ്നിജ്വാലകൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങും. ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ തളർന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് വിട നൽകുന്നതിന് ഇനിയും ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ആ ഭൗതിക ശരീരം അവർക്കൊപ്പം ഉണ്ടാവുകയുള്ളൂ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ ആയിരിക്കും ഇനി അദ്ദേഹം രാമചന്ദ്രൻ ജീവിക്കുന്നത്. ചടങ്ങുകൾ അതിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇടപ്പള്ളി ശ്മശാനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ശ്യാംകുമാർ ചേരുന്നു. ശ്യാമ, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇത് അഗ്നിജ്വാലകൾ ഏറ്റുവാങ്ങുകയാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, ഒരു ധീര സൈനികൻ, രാജ്യത്തിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ഒരു ധീര സൈനികൻ്റെ ഓർമ്മ പോലെ തന്നെ ആയിരിക്കും ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രനും ഇനി നമ്മളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുക, അല്ലേ?
അഗ്നിനാളങ്ങൾ ചിതയിലേക്ക് പകർന്നിരിക്കുകയാണ്. അത് ഇനിയും പാവകജ്വാലകൾ, അഗ്നിജ്വാലകൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങും. അതോടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മാത്രമായിരിക്കും ഇനിയും നമ്മളോടൊപ്പം ഉണ്ടാകാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സൈനികന് രാജ്യത്തിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ഒരു സൈനികൻ എങ്ങനെയാണോ ഒരു നാട് വിട നൽകുന്നത്, അതുപോലെയാണ് രാമചന്ദ്രന് കേരളം, നാട് ഒക്കെ വിട നൽകുന്നത്. അത്തരമൊരു ധീര രക്തസാക്ഷി, രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ച ധീര രക്തസാക്ഷി എന്ന നിലയിൽ തന്നെയാണ് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ രാമചന്ദ്രനും ഇനി ഓർമ്മിക്കപ്പെടുക. രാമചന്ദ്രൻ മാത്രമല്ല, വിനയ് നർവാൾ എന്ന നാവികസേന ഉദ്യോഗസ്ഥൻ കൊച്ചി നാവികസേന ആസ്ഥാനത്ത് വിവാഹം കഴിഞ്ഞ 6-ാം ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പമാണ് അവിടെ കശ്മീരിലേക്ക് പോയത്. അദ്ദേഹത്തിന് ഭീകരവാദികളുടെ വെടിയേറ്റ് അദ്ദേഹത്തിൻ്റെ മരണം. മഞ്ജുനാഥ് എന്ന കർണാടക സ്വദേശി, അങ്ങനെ നമ്മൾ പറഞ്ഞാൽ 26 പേരുടെ പേരും പറയേണ്ടതുണ്ട്. നമുക്കറിയാവുന്ന, നമ്മൾ കേട്ടിട്ടില്ലാത്ത, ഒരു പക്ഷേ നമുക്ക് ഈ ദിവസങ്ങളിൽ മാത്രം നമ്മൾ അറിഞ്ഞ നമ്മളുടെ എത്രയോ സഹോദരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രയോ പേരുടെ കുടുംബം അനാഥമായിട്ടുണ്ട്. അവരെയൊക്കെ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. ശ്യാമം, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാവുക. പിന്നീട് ഒരു രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ച ഒരു ധീര സേനാനിയെപ്പോലെ, ഒരു ധീര രക്തസാക്ഷിയെപ്പോലെ ആയിരിക്കും രാമചന്ദ്രനും ഇനി നമ്മളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുക, അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഇനി അദ്ദേഹത്തിന്റെ ഭൗതിക സാന്നിധ്യം ഈ ലോകത്തുണ്ടാവുകയെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഈ രാജ്യത്തിന് ലേക്ക് കടന്നു വന്ന ഭീകരവാദികൾ ഉതിർത്ത വെടിയേറ്റ് മരിച്ച അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ എന്നും എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയായി നമ്മൾ ഈ കാണുന്നത് ഈ നാട് മുഴുവൻ ആ കുടുംബത്തോടൊപ്പമുണ്ട്, സ്നേഹവായ്പോടെ തന്നെയുണ്ട്, അവരോട് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്ന കാഴ്ചയാണ്. കാരണം ഈ രാജ്യത്തെ ഒരു ഭീകരവാദിക്കും തകർക്കാനാകില്ല എന്ന് ആവർത്തിച്ച് ഈ നാട് ഒന്നാകെ പറയുകയാണ്. അതിൻ്റെ ഒരു വലിയ കാഴ്ച തന്നെയാണ് ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കാനായിട്ട് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് വിട നൽകുന്ന ഈ ഇടപ്പള്ളി ശ്മശാനത്തിൽ നിൽക്കുമ്പോൾ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്.